തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയ UK സൈന്യത്തിൻ്റെ F-35B വിമാനത്തിൻ്റെ അറ്റകുറ്റപ്പണി നടത്താൻ പ്രത്യേക സംഘവുമായി UK എയർബസ് 400 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അല്പസമയം മുമ്പ് എത്തി. കഴിഞ്ഞ മാസം 14-ാം തീയതിയാണ് UK നാവികസേനയുടെ 5ാം തലമുറയുടെ യുദ്ധവിമാനം തകരാറിനെ തുടർന്ന് തിരുവനന്തപുരത്ത് അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. ആ ദൃശ്യങ്ങളിലേക്ക്. വിവരങ്ങളുമായി അഖിൽ പാലോട്ടുമടം ചേരുന്നു. അഖിൽ, ബ്രിട്ടീഷ് യുദ്ധവിമാനം അത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അത് സാങ്കേതിക തകരാർ മൂലം ഇവിടെ ലാൻഡ് ചെയ്തിട്ട് കുറേ ദിനങ്ങളായി. അത് മടക്കിക്കൊണ്ട് പോകുന്നതിന് സാധിക്കുന്നില്ല. അതുകൊണ്ട് സാങ്കേതിക വിദഗ്ധർ ഇങ്ങോട്ടേക്ക് അല്പസമയം മുമ്പ് ഇവിടെ ലാൻഡ് ചെയ്തല്ലോ. കൂടുതൽ വിവരങ്ങൾ അഖിൽ. വിനോദ്, അറബിക്കടലിന് മുകളിൽ പരിശീലനം നടത്തുന്നതിനിടയിലാണ് UK-യിലെ F-35B എന്ന വിമാനം, അതായത് UK-യുടെ 5ാം തലമുറയിൽപ്പെടുന്ന ഏറ്റവും സാങ്കേതിക സംവിധാനമുള്ള യുദ്ധവിമാനമാണ്. ഇന്ധന തകരാറിനെ തുടർന്ന് ആദ്യം അടുത്തുള്ള ഒരു വിമാനത്താവളം എന്ന നിലയ്ക്ക് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് ഇറക്കാനുള്ള ഒരു അനുമതി തേടുകയും പിന്നീട് അത് ഇറക്കുകയും ചെയ്തത്. ആ ഇന്ധനം നിറച്ചതിനു ശേഷവും പറന്നു പൊങ്ങുന്നതിൽ ഒരു കാലതാമസം ഉണ്ടാകുന്നു. അത് ചില സാങ്കേതിക തകരാറുകൾ മൂലമാണ് എന്ന് വിദഗ്ധർ പരിശോധിച്ചതിനു ശേഷമാണ് ആദ്യം ഒരു സംഘം ഇവിടെ പരിശോധനയ്ക്ക് എത്തുകയും അത് മനസ്സിലാക്കാതെ തിരിച്ചു പോവുകയും ചെയ്തിരുന്നു. അതിനു പിന്നാലെയാണ് ഇപ്പോൾ ഏകദേശം UK-യുടെ എയർബസ് 400 അടങ്ങുന്ന ഒരു വിമാനം കൂടി ഇപ്പോൾ പറന്നിറങ്ങിയിരിക്കുന്നത്. എൻ്റെ പുറകിലാണ് എത്തിയിട്ടുള്ള യുദ്ധവിമാനം കാണുന്നത്. നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടാകും. നമ്മുടെ ദൃശ്യങ്ങൾ നമ്മുടെ ക്യാമറമാൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ടാകും. ആ വിമാനമാണ് കഴിഞ്ഞ മാസം 14-ാം തീയതി UK-യുടെ നാവിയുടെ 5ാം തലമുറയുടെ ഏറ്റവും സാങ്കേതിക സംവിധാനമുള്ള ഒരു വിമാനം ചില തകരാറുകൾ മൂലം ഇവിടേക്ക് പറന്നിറങ്ങുന്നത്. ഇപ്പോൾ അത് കൊണ്ടുപോകുന്നതിലേക്ക് വേണ്ടിയാണ് നമ്മൾ അല്പസമയം മുമ്പ് ദൃശ്യങ്ങളിൽ കാണിച്ച UK-യുടെ എയർബസ് 400 എന്ന് പറയുന്ന ആ സാങ്കേതിക സംവിധാനമുള്ള വിമാനം കൂടി ഇവിടേക്ക് എത്തുന്നത്. അതിൽ 17-അംഗ സംഘമാണ് അതിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത് എന്നതാണ് നമുക്ക് എയർപോർട്ട് അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് അറിയാൻ സാധിക്കുന്നത്. അവർ ഇതിന്റെ സാങ്കേതിക തകരാറുകൾ എന്താണ് എന്ന് മനസ്സിലാക്കുകയും അത് പരിഹരിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്യും. അങ്ങനെ പരിഹരിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് പൊളിച്ച് തിരികെ കൊണ്ടുപോകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കും എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം 2-3 കാരണങ്ങൾ ഇതിലുണ്ട്. ഒന്ന്, ബ്രിട്ടനിൽ നിന്ന് ഇവിടേക്ക് എത്തുമ്പോൾ അതൊരു യുദ്ധവിമാനമാണ്. അതിൻ്റെ സാങ്കേതിക സംവിധാനം ഇത്രയും ദിവസം ഏകദേശം 20 ദിവസമായി ഇന്ത്യയിലെ, അതും കേരളം പോലൊരു സംസ്ഥാനത്ത് കിടക്കുമ്പോൾ അതിൻ്റെ ഇത് തിരികെ കൊണ്ടുപോകാൻ സാധിക്കുന്നില്ലേ എന്നുള്ളൊരു സുരക്ഷാ വീഴ്ച ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങളിൽ രാഷ്ട്രീയ ആരോപണമായി ഉയരുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ അതിവേഗം കൊണ്ടെത്തിക്കാനുള്ള ഒരു ഇടപെടലുകളൊക്കെ തന്നെ UK ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും രാഷ്ട്രീയമായി പോലും അത് വലിയ ചോദ്യചിഹ്നമായി അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് ഫേസ്ബുക്കിൽ പോലും അല്ലെങ്കിൽ നവമാധ്യമങ്ങളിൽ പോലും വലിയ തരത്തിലുള്ള ട്രോളുകൾ അടക്കം ഉണ്ടാകുന്നുണ്ട്. കേരളത്തിൻ്റെ സാങ്കേതികത്വം അല്ലെങ്കിൽ കേരളത്തിൻ്റെ സൗന്ദര്യത്തിൽ ഇഷ്ടപ്പെട്ട ഇവിടെ തമ്പടിച്ച് നിൽക്കുകയാണ് എന്നുള്ള ഒരു ടൂറിസം വകുപ്പ് പോലും അത്തരത്തിലുള്ള ചില ട്രോളുകൾ നേരത്തെ ഇറക്കിയിരുന്നു. അതിന് ബദൽ എന്ന നിലയ്ക്ക് തന്നെ ബ്രിട്ടനിലെ മലയാളികൾ പോലും മകനെ തിരികെ വരൂ എന്നുള്ള അർത്ഥത്തിൽ ഇതിനെ തിരികെ വിളിക്കുന്ന ഒരു സാങ്കേതികത്വവും നമ്മൾ നേരത്തെ കണ്ടതാണ്. ആ സാഹചര്യം കൂടി നിലനിൽക്കുമ്പോഴാണ് അടിയന്തരമായി ഇത്തരത്തിലൊരു ഇടപെടൽ ഹൈക്കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അല്പസമയം മുമ്പ് 17-അംഗ വിദഗ്ധരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് UK-യുടെ എയർബസ് ഫ്ലൈറ്റ് ഇവിടെ വന്ന് എത്തിയിട്ടുണ്ട്. അത് ഇനി കൂടുതൽ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷമായിരിക്കും ഇതിനെ തിരികെ കൊണ്ടുപോവുക എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് സാങ്കേതിക തകരാറുകൾ സംഘം പഠിക്കുന്നുണ്ടാകും. ആ സാങ്കേതിക തകരാറുകൾ സംഘം പഠിച്ചതിനു ശേഷമായിരിക്കും ഇവിടെ ഇത് നന്നാക്കി കൊണ്ടുപോകാൻ സാധിക്കുമോ അല്ലെങ്കിൽ ഇതിനെ പൊളിച്ച് അതിൻ്റെ ചിറകുകൾ ഇളക്കി മാറ്റി അതിനെ എയർലിഫ്റ്റ്
എയർലിഫ്റ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളും എല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ടാകും. എന്തായാലും അല്പസമയം മുമ്പ് ഇതിനെ കൊണ്ടുപോകുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള സംഘം തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് എത്തിയെന്ന നിർണായകമായ വിവരം നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ സാധിക്കും. എന്തായാലും കഴിഞ്ഞ 20 ദിവസത്തോളമായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ സാങ്കേതിക തകരാറുകൾ മൂലമായി കിടക്കുന്ന ഈ യുദ്ധവിമാനം, അതായത് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ബ്രിട്ടന്റെ യുദ്ധവിമാനം അടിയന്തര ലാൻഡ് ചെയ്തതിനു ശേഷം വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പം അത് ഭാരതത്തിനും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ബ്രിട്ടനും ഒരുപോലെ തന്നെ ഉണ്ടായിരുന്നു. യുദ്ധവിമാനമാണ്. ആ സമയത്താണ് നമ്മൾ കണ്ടതാണ് ഒരു വിമാന അപകടവും രാജ്യത്ത് സംഭവിക്കുന്നത്. ആ സാഹചര്യം കൂടിയൊക്കെ നിലനിർത്തി കനത്ത സുരക്ഷ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇപ്പോഴും CFS-ൻ്റെയും അതുപോലെ തന്നെ കേന്ദ്രസേനയുടെയും ഒക്കെ തന്നെ സുരക്ഷയിലാണ് ഇപ്പോഴും ഈ വിമാനം ഉള്ളത്. പരിശീലനം നടത്തുന്നതിനിടയിലാണ് ചില സാങ്കേതിക തകരാറുകൾ കൊണ്ട് ആദ്യം ഈ വിമാനം ഇവിടെ ലാൻഡ് ചെയ്യുന്നത്. പിന്നീട് പ്രതിരോധ വകുപ്പും എല്ലാം തന്നെ ഇത് കാര്യമായി ഇടപെടുകയും അതിൽ നിന്ന് അതിൻ്റെ സാങ്കേതികത്വം മനസ്സിലാക്കി പരിഹരിച്ച് തിരികെ അയക്കുന്നതിനൊക്കെ ഉള്ള കാര്യങ്ങൾ ഇന്ത്യ ഗവൺമെൻറ്റും എല്ലാം തന്നെ ചെയ്തിരുന്നു. ആ സാഹചര്യത്തിലാണ് F-35 എന്ന യുദ്ധവിമാനത്തെ തിരികെ 20 ദിവസത്തിനു ശേഷവും അതിനെ തിരികെ കൊണ്ടുപോകുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും ഒരു നിർണായകമായ ഒരു നീക്കത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത്. UK-യുടെ എയർബസ് 400 വിമാനമാണ് അല്പസമയം മുമ്പ് ഇതിൻ്റെ സാങ്കേതികത്വം പരിഹരിക്കുന്നതിലേക്ക് വേണ്ടി തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് എത്തിയത്. വിനോദ്, അതെ, മനോഹരമായ ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. അതായത് ഇവിടെ 20 ദിവസമായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ സാങ്കേതിക തകരാർ മൂലം ഇവിടെ ഈ വിമാനത്താവളത്തിൽ തകരാറിലായി കിടക്കുന്ന ബ്രിട്ടീഷ് യുദ്ധവിമാനം തിരികെ കൊണ്ടുപോകുന്നതിന് ആവശ്യമായ സാങ്കേതിക വിദഗ്ധരെ തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് ബ്രിട്ടനിൽ നിന്നും എത്തിച്ചിരിക്കുന്നു. 17 പേരടങ്ങുന്ന വിദഗ്ധ സംഘമാണ് തിരുവനന്തപുരത്തേക്ക് എത്തിയിട്ടുള്ളത്. അല്പസമയം മുമ്പാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇവർ എത്തിയത്. ഇവർ ആ യുദ്ധവിമാനം, തകരാറിലായ യുദ്ധവിമാനം വിശദമായി പരിശോധിക്കും. ആവശ്യമെങ്കിൽ അതിൻ്റെ തകരാർ പരിഹരിച്ച് ആ വിമാനം വീണ്ടും യാത്രയാകും. അല്ല എങ്കിൽ ആ വിമാനം പൊളിച്ചു കൊണ്ടുപോകുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കും. വിശദമായ വാർത്തകൾ നൽകുകയായിരുന്നു തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും അഖിൽ പാലോട്ടുമടം.